ഏതെങ്കിലും റോഡ് കൊള്ളാവുന്നതുണ്ടെങ്കിൽ അത് അമ്മാവൻ്റേതും കൊള്ളത്തില്ലാത്തതും പൊളിഞ്ഞതുമെല്ലാം അമ്മായിയുടേതും എന്നുള്ള നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു റോഡ് പൊളിഞ്ഞാൽ ആ റോഡിന്റെ ഉത്തരവാദിത്തം കേന്ദ്രത്തിന്റെ തലയിലും, ഏതെങ്കിലും ഒരു റോഡ് നല്ലപോലെ ഉണ്ടെങ്കിൽ അത് മുഴുവൻ സംസ്ഥാനം പണിതാണ് എന്നുള്ള നിലപാടാണ് ഈ സർക്കാർ സ്വീകരിച്ചു പോരുന്നത്. അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ് എന്ന് മാത്രമല്ല, അതിനെതിരെ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തല തല്ലിപ്പൊളിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെങ്കിൽ അതിനെയും കൃത്യമായി ചോദ്യം ചെയ്തേ മതിയാവുകയുള്ളൂ. എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയകാല മുദ്രാവാക്യം? അങ്ങേക്കറിയാമല്ലോ, നമ്മൾ കൊയ്യും വയലെല്ലാം നാളെ നമ്മുടേതാകും പൈങ്കിളി എന്നാണ് ഇവർ പാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ പാട്ട് 4ാം വാർഷികത്തിന്റെ ഭാഗമായി ഇവർ മാറ്റിയിട്ടുണ്ട്, ഒരു ചേഞ്ച് പിടിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: നമ്മൾ പണിയും റോഡെല്ലാം നാളെ തോടായി മാറും പൈങ്കിളിയെ എന്നുള്ളതാണ്. ഇന്ന് പണിത തോട്, ഇന്ന് പണിത പാലം നാളെ ഒന്നെങ്കിൽ പുഴയോ തോടോ ആയി മാറുന്ന അവസ്ഥയിലാണുള്ളത്. പാലം പൊളിഞ്ഞതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത രീതിയിൽ, ഒരു പിതൃത്വം ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത രീതിയിൽ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിൽ പോലും ഒരു തന്തയില്ല കുഞ്ഞായി ആ പൊളിയുന്ന പാലങ്ങളും പൊളിയുന്ന റോഡുകളും പൊളിയുന്ന വഴികളുമെല്ലാം മാറുകയാണ്. സംസ്ഥാന സർക്കാർ അവരുടെ വാർഷികത്തിന് തൊട്ടു മുമ്പ്, ഇത് പൊളിയുന്നതിന് തൊട്ടു മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഞങ്ങളുടെ പാലമാണ്, നാട് മുഴുവൻ ഈ റോഡ് ഞങ്ങളുടെ റോഡാണ്. ഈ റോഡിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ മുഹമ്മദ് റിയാസ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടം വെച്ചല്ലോ. അതിന്റെ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ അമ്മായിയച്ഛൻ പിണറായി വിജയൻ മന്ദസ്മിതം തൂങ്ങി നിൽക്കുന്ന ചിത്രം വെച്ചല്ലോ. അപ്പോഴല്ലോ ഇത് അവരുടെ റോഡാണ്. പക്ഷെ പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് അവർക്ക് ഉത്തരവാദിത്വമില്ല, കേന്ദ്രത്തിന് ഉത്തരവാദിത്തമില്ല. കേന്ദ്രത്തിന്റെ, അതായത് മുഹമ്മദ് റിയാസ് ഒരു ഫ്ലക്സ് വെച്ചാൽ 2 ഫ്ലക്സ് വെക്കുമായിരുന്നു BJP, നരേന്ദ്രമോദിയുടേത്. അവസാനം ഇവരുടെ ഫ്ലക്സുകൾ കൂട്ടിയിട്ടാൽ പോലും ആ ഫ്ലക്സുകൾ ഒരു സൈഡിൽ അടുക്കിയിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അതേ തട്ടി നിന്ന് ഈ റോഡ് പൊളിയില്ലായിരുന്നു. അതിന് മാത്രമുള്ള ഫ്ലക്സുകൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഈ റോഡിലാകെ. ലാസ്റ്റ് ഇത് പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ പൊളിഞ്ഞ റോഡ് നന്നാക്കുന്നതിനേക്കാൾ ദ്രുതഗതിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ ഫ്ലക്സ് അവിടെ നിന്ന് മാറ്റാനാണ് പാർട്ടി പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം നാളെ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അവിടെ ചിലപ്പോൾ ഇതിന്റെ പിതൃത്വം ഏറ്റെടുത്ത പഴയ പോസ്റ്ററുകൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വരാതിരിക്കാൻ വേണ്ടി യുദ്ധകാല അടിസ്ഥാനത്തിൽ CPM-ഉം BJP-യും ചേർന്ന് ചിത്രങ്ങൾ, പോസ്റ്ററുകൾ എടുത്തു മാറ്റുകയായിരുന്നു ചെയ്തത്. അപ്പോ വലിയ കഷ്ടമാണ്, വലിയ അഴിമതി ഇതിന്റെ പിന്നിലുണ്ട് എന്നതിന്റെ അകത്ത് യാതൊരു സംശയവുമില്ല. UDF കാലത്ത് ഏതെങ്കിലും ഒരു ഇച്ചിരി ചാറെവിടെയെങ്കിലും ഉരുകിച്ചേർന്നത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ സമര കോലാഹലം നടത്തിയവരാണെന്ന് ഓർക്കണം. ഒരു റോഡ് അപ്പാടെ തകർന്നു പോയിരിക്കുന്നു, ഒരു റോഡ് മുഴുവൻ തകർന്നു പോയിട്ടും ഇതുവരെ മിണ്ടാനില്ലാത്തത്. അതുകൊണ്ട് 4ാം വാർഷികം സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന, അവന്റെ പോക്കറ്റിൽ നിന്ന് അവസാനത്തെ 5 രൂപ നോട്ടും കട്ടെടുക്കുന്ന കൊള്ളക്കാരുടെ തിരുട്ട് സംഘത്തിന്റെ 4ാം വാർഷികമാണ്. ആ 4ാം വാർഷികത്തിൽ റോഡ് പൊളിഞ്ഞെന്ന് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും ഇവർ അഴിമതി തുറന്നു കാണിക്കാൻ വേണ്ടി, ഇവരുടെ കൊള്ളരുതായ കെടുകാര്യസ്ഥത, ഇവരുടെ നയമില്ലായ്മ തുറന്നു കാണിക്കാൻ വേണ്ടി പ്രകൃതിയായി ഉണ്ടാക്കിയെടുത്ത അവസരമാണ് ഈ റോഡ് പൊളിയൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ പക്ഷം ഇതിന്റെ ഉത്തരവാദിത്തം മിനിമം എത്ര ശതമാനം സംസ്ഥാന സർക്കാരിന് അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഇവർ കാണിച്ച ആർജവത്തിന്റെ 1000-ൽ-1 ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം ഉണ്ടാവണം. വിജിലൻസ് അന്വേഷണം ആവശ്യമാണെങ്കിൽ അതുണ്ടാവണം. ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവണം. ഇതിൽ അഴിമതി പണം കൈയിട്ട് വാരി കഴിച്ചവരെല്ലാം, ചക്കരക്കുടത്തിൽ, ഇതിന്റെ അഴിമതി പണമാവുന്ന ചക്കരക്കുടത്തിൽ കൈയിട്ട് നക്കിയവരെല്ലാം പ്രതിക്കൂട്ടിൽ അടയ്ക്കപ്പെട്ടേ മതിയാവുകയുള്ളൂ എന്നതിൽ സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.